അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുരങ്ങിന് താവട്ടിറങ്ങണേ പട്ടി പോകണം. പട്ടി പോകുന്ന ലക്ഷണമില്ല, പട്ടി അവിടെ കിടക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധോദയമുണ്ടായി. പ്രാർത്ഥന നടന്നതിൻ്റെ പിറ്റേ ദിവസം കർത്താവ് പട്ടികളുടെ രൂപത്തിൽ എൻ്റെ തോട്ടത്തിന് കാവലേർപ്പെടുത്തിയേക്കുമെന്ന് എനിക്ക് മനസ്സിലായി. വെളിച്ചമാകുന്നവർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ തോട്ടത്തിൽ ചെല്ലുമ്പം എൻ്റെ തോട്ടത്തിലെ എൻ്റെ സ്ഥിരം പണിയാൻ വരുന്ന തമിഴ്ക്കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനോജ് ഇന്ത വർഷം നല്ല ക്രോപ്പ് കിട്ടും, 3 ടണ്ണൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങി ചെല്ലുമ്പം കാണുന്ന സീനെന്ന് പറയുന്നത് എൻ്റെ തോട്ടം മുഴുവൻ ഒരു ഫംഗസ് ബാധിച്ചിട്ട് ഒരു പൂ പോലും വിരിയുന്നില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ അപ്പം തന്നെ ആ പണിക്കാരനെ വിളിച്ച് പറഞ്ഞ് മരുന്നടിപ്പിച്ചു. എന്തായാലും ഈ 3 ടണ്ണിൽ നിന്ന് അതൊരു 600 കിലോ കായിലേക്ക് ഒതുങ്ങിയ വർഷം. എൻ്റെ സ്വപ്നമായിരുന്നു ഈ 3 ടൺ കാ കിട്ടുവാണെങ്കിൽ കടം വീടും, അതോടെ നേരെ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അത് തകർന്നു പോയി. ഇനി എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇത് ഒന്നല്ല, 2016 തുടങ്ങിയതാണ്. 16, 18, 19 വന്നു, 20 കോവിഡ് വരുന്നു, ഈ 21 വീണ്ടും എല്ലാം എത്തി കൈ കിട്ടിയെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഫംഗസ് ബാധിച്ച് ഇങ്ങനെ പോകുന്നത്. ഇനി ഒന്നുമില്ല മുമ്പോട്ട് പോകാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പഴയ സുഹൃത്ത്, ഞാൻ 97 കട്ടപ്പന ക്യാമ്പസ് മിനിസ്ട്രിയിൽ ടീമിൽ ഒരുമിച്ച് പ്രവർത്തിച്ച എൻ്റെ ഒരു സുഹൃത്ത് വിനീഷ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് 5 മക്കളുമായിട്ട് ആ സമയത്ത് നാഗാലാൻഡിൽ മിഷൻ ചെയ്യുകയാണ്. അവൻ എന്നെ കാണാനായിട്ട് വന്നു. നാഗാലാൻഡ് മിഷൻ ചെയ്യാനുള്ള തീരുമാനം ഞങ്ങളും എടുത്തു. തീരുമാനം എടുത്ത് നടപ്പാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങ് നടപ്പാക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം എനിക്ക് കൃഷിയോടുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ജീസസ് യൂത്ത് ഒരു പ്രോഗ്രാം, ഒരു വീക്കെൻഡ് പ്രോഗ്രാം, വെള്ളി ശനി ഞായർ പ്രോഗ്രാം പോവുകയാണെങ്കിൽ ഞായറാഴ്ച രാത്രി ഞാൻ തിരിച്ചു വരുവാണെങ്കിൽ, ഞായറാഴ്ച രാത്രി ഇപ്പോൾ രാത്രി 1 മണിക്കോ 2 മണിക്കോ വന്നാലും ഞാൻ വീട്ടിൽ കയറിയിട്ട് ടോർച്ച് എടുത്തിട്ട് ടോർച്ചുമായിട്ട് തോട്ടത്തിൽ കൂടെ പോയി ഏലച്ചെടിയിൽ എത്ര പൂ വിരിഞ്ഞിട്ട് നോക്കുന്ന ആളായിരുന്നു. അത്രയ്ക്ക് ഭ്രാന്തായിട്ട് കൃഷിയെ സ്നേഹിക്കുന്ന ആളായിരുന്നു ഞാൻ. ഏലക്കൃഷി വിട്ടിട്ടൊരു സ്ഥലത്തേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ബിസിനസ്സിനേക്കാളും എനിക്കൊരു എന്താ പറയുക, എൻ്റെ ഒരു പാഷൻ ഈ ഒരു ഏലക്കൃഷിയാണ്. അങ്ങനെ ഒരാൾ ഒരു കാരണവശാലും പോകാൻ പറ്റത്തില്ലെന്നറിയാം. എന്നാലും ഞാൻ ഇവരോട് പറഞ്ഞല്ലോ പോകണം, ഇവരോട് പറഞ്ഞുകൊണ്ടൊന്ന് പോയേക്കാം എന്നുള്ളൊരു ചിന്തയിലിരിക്കുക. അതിൻ്റെ കൂടെ ഈ ഒരു പ്രശ്നം, അതായത് ഈ ഫംഗസ് അറ്റാക്കും കൂടെ ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരു തോന്നൽ വന്നതിൻ്റെ പേരിൽ ഞങ്ങൾ സെപ്റ്റംബറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി ഞാൻ ടിക്കറ്റെല്ലാം നോക്കി. ടിക്കറ്റൊക്കെ നോക്കി കഴിഞ്ഞപ്പം ടിക്കറ്റൊക്കെ ഉണ്ട്. കോവിഡ് ആയതുകൊണ്ട് അധികം ആൾക്കാർ യാത്ര ചെയ്യുന്നതുകൊണ്ട് ടിക്കറ്റ് കിട്ടാനൊക്കെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ടിക്കറ്റ് എടുക്കണോ വേണ്ടയോ, ഒരു അർത്ഥശങ്കയോടെ നിന്നുകൊണ്ട് അന്ന് രാത്രി സിസ്റ്റമൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞാൻ കയറി കിടന്നു തുടങ്ങി. 5:45 എഴുന്നിട്ട് ഞാൻ ആദ്യമേ പോയി ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. എങ്ങനെയാണ് പ്രേരണ കിട്ടിയെന്ന് അറിയത്തില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിൽ പോയി. അപ്പോൾ ഞാൻ വരുന്ന വഴി കുടിച്ചതോട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ കോവിഡ് വരാതെ നോക്കണമല്ലോ, കോവിഡ് വന്നാൽ പിന്നെ ടെസ്റ്റായി പോക്ക് നടക്കില്ല. ആ പിള്ളേർ വളരെ ശ്രദ്ധാപൂർവ്വം കോവിഡ് ഇല്ലാതെ ഒഴിവാക്കി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് കോവിഡ് വന്നതുകൊണ്ട് പ്രശ്നമില്ല, വാക്സിനേഷനൊക്കെ കിട്ടി, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ പിള്ളേർക്ക് വരാതെ നോക്കണം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പിള്ളേരും വളരെ ശ്രദ്ധയോടെ നോക്കുവാണ്. പോകാനുള്ള ദിവസം എടുത്തത്, അതായത് ഒക്ടോബർ 20-നാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഒക്ടോബർ 2-ാം തീയതി ആയപ്പം എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ചെറിയ പനിയാണെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ ഒരു കോവിഡാണെന്ന് സംശയമുണ്ട്, നീ അമ്മയെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി തറവാട്ടിൽ നിന്ന് അമ്മയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്ന് അമ്മ കിടന്നുറങ്ങിയത് എൻ്റെ മൂത്ത മോളുടെ കൂടെയാണ്. അതിന് ശേഷം അമ്മയ്ക്ക് ചെറിയൊരു തൊണ്ടയ്ക്ക് കീറിയിരിപ്പ്, ഒരു ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ കണ്ടപ്പം അമ്മയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴത്തേക്ക് പിള്ളേർ ഈ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള, ഈ കോവിഡ് എന്തായാലും കിട്ടിയെന്നുള്ള ഉറപ്പാണല്ലോ, കോവിഡ് ഇത്രയും വേഗം പോകാനുള്ള വഴികൾ എന്താണെന്ന് നോക്കി അവർ യൂട്യൂബിൽ നിന്നൊക്കെ എന്തോ കപ്പളങ്ങ കഴിക്കുക, അങ്ങനെ കപ്പളത്തിൻ്റെ എന്തൊക്കെയോ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള സാധനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 20-ാം തീയതി തന്നെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ആരംഭിച്ചു. കോവിഡ് വരാത്ത പിള്ളേരെയും കൊണ്ട് ട്രെയിനിൽ പോകുമ്പം എന്ത് സംഭവിക്കും, ഇനി അവരെവിടെ പോയി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും കോവിഡ് ഉള്ളവരെ വഴി അവർക്ക് കോവിഡ് വരുമോ എന്നുള്ള ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പാടെ മാറി. കാരണം ആരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്താലും പ്രശ്നമില്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ മനോഭാവം മാറി. കാരണം ഇവർക്ക് കോവിഡ് അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നും അതിൽ നിന്ന് അവർ പുറത്ത് വന്നിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. നാഗാലാൻഡിൽ കൊഹിമ അടുത്തുള്ള കൊണോമോ എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഒരു 20 ദിവസത്തോളം താമസിച്ചത്. അവിടുത്തെ ഞങ്ങളുടെ ഗ്രാമവാസികളുടെ ആയിട്ടുള്ള ഇടപെടൽ, തെയ്സെ പ്രെയർ പോലത്തെ ചില കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യൽ, ഇതെല്ലാം ഞാനും കുട്ടികളും ചേർന്നാണ് ചെയ്തത്. കുട്ടികളെ ദൈവം എത്രമാത്രം കരുതുന്നതും
അവരിലൂടെ ദൈവം എത്രമാത്രം മനോഹരമായിട്ട് പ്രവർത്തിക്കുമെന്നൊക്കെയുള്ള മനസ്സിലാവുന്ന ഒരു സമയമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജപമാല സമർപ്പിക്കാനായിട്ട് അവിടുത്തെ ഗ്രാമവാസികൾ അവിടുത്തെ ഒരു വോളിബോൾ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരുമിച്ച് വരുമായിരുന്നു. അപ്പം ആ പ്രാർത്ഥനയിൽ പങ്കാളികളാകാനായിട്ട് ഞങ്ങളും എല്ലാ ദിവസവും പോകുമായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് അവിടുത്തെ പാരിഷ് പ്രീസ്റ്റ് എന്നോട് പറഞ്ഞു, മനോജിൻ്റെ കുട്ടികളെ കൊണ്ട് പറയണം, മൂത്ത രണ്ടുപേരോടും പറയണം, അവരുടെ ഒരു എക്സ്പീരിയൻസ് പറയണമെന്ന്. എക്സ്പീരിയൻസ് പറയുന്നതിൻ്റെ ഉദ്ദേശം, അവിടുത്തെ കുട്ടികൾ കുറച്ച് ഷൈ ആയിട്ടുള്ള കുട്ടികളാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് ആ പ്രശ്നമില്ല. അപ്പം അവരിത് പറയുകയൊക്കെ ചെയ്യുമ്പം അവരൊരു നല്ലൊരു സാക്ഷ്യം കൊടുക്കും. ഷൈ ആയിട്ടിരിക്കേണ്ടവരല്ല എന്ന് അവർക്ക് മനസ്സിലാകാനായിട്ട് നിങ്ങളുടെ കുട്ടികൾ കാരണമാവും. അതുകൊണ്ട് അവരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മൂത്ത രണ്ടുപേരോടും പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ വെച്ച് ഒരുങ്ങണം, 2-3 മിനിറ്റ് വരുന്ന രീതിയിലൊരു ടെസ്റ്റ് മണി പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂത്തയാളന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവളോട് പറഞ്ഞ പ്രകാരം അവൾ ഒരുങ്ങി. രണ്ടാമത്തെ ആളും 4ാം ക്ലാസ്സിൽ വെച്ച് അവന് ആദ്യ കുർബാന സ്വീകരിച്ച അനുഭവവും ഒക്കെ അവൻ പങ്കുവെച്ചു. അതിനുവേണ്ടി അവനെ ഒരുങ്ങി. അപ്പം ഞാനതൊക്കെ എഴുതി കൊടുത്ത് അവരെ കൊണ്ട് പഠിപ്പിച്ചു. അപ്പോൾ അവരത് വേണ്ട രീതിയിൽ പറയാനുള്ള ഒരു പ്രിപ്പയർഡായി. അപ്പോഴത്തേക്ക് 3ാമത്തെ ആൾ പറഞ്ഞു, അപ്പോൾ എനിക്കും എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചിട്ട് അവന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഞങ്ങളുടെ തോട്ടത്തിൽ കുറച്ച് കുരങ്ങന്മാരുടെ ആക്രമണം ഉണ്ടായി. ഈ കുരങ്ങ് വന്നിട്ട് ഏലത്തിൻ്റെ പുതിയ ടില്ലേഴ്സ് കീറിക്കളഞ്ഞിട്ട് അകത്തുള്ള കാമ്പെടുത്ത് തിന്നിട്ട് പോകുന്ന ഒരു പരിപാടി. ഒരു ദിവസം വന്നാൽ ഒരു 10-50 പുതിയ ടില്ലേഴ്സ് നശിപ്പിച്ചിട്ടേ ഇത് പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി മാറി. അപ്പോൾ ഞാൻ ഉഷത്തിനോട് വന്ന് പറഞ്ഞിങ്ങനെ പ്രശ്നമുണ്ട്, അപ്പോൾ ഉഷത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഇത് തുടരുന്ന കണ്ടപ്പം ഉഷസും പിള്ളേരും കൂടെ ഒരു ദിവസം, അന്ന് ആ സമയത്ത് ഈ കോവിഡ് ലോക്ക്ഡൗണൊക്കെ ആയിരുന്നുകൊണ്ട് പിള്ളേരും വീട്ടിലുണ്ട്. ഉഷസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് ഈ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് കുരങ്ങിൻ്റെ ആക്രമണം ഉണ്ടാകുന്ന ഈ തോട്ടത്തിൻ്റെ ഭാഗത്ത് പോയിട്ട് അവിടെ നടന്നുകൊണ്ട് അവർ ജെറിക്കോ പ്രയർ കൊന്തയൊക്കെ ചൊല്ലി നടന്ന് പ്രാർത്ഥിച്ചു. ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ തോട്ടത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ, ഈ കുരങ്ങ് വന്ന് നശിപ്പിക്കുന്ന ഏലത്തോട്ടത്തിൻ്റെ ഭാഗത്ത് തൊട്ടടുത്തായിട്ട് കുറച്ചധികം നായ്ക്കൾ നിൽക്കുകയാണ്. നായ എന്ന് പറഞ്ഞാൽ ഏതോ വീട്ടിൽ വളർത്തുന്ന നല്ല നായ്ക്കൾ. അപ്പം ഈ നായ്ക്കളെ കണ്ടപ്പം ഞാനൊന്ന് പെട്ടെന്ന് ഞടുങ്ങി. കാരണം എനിക്ക് നായ ഒരു പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നടുങ്ങിയിട്ടൊന്ന് പുറകോട്ട് വലിഞ്ഞു. എൻ്റെ തോട്ടത്തിൽ വന്നിട്ട് എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ കിടക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ഒരു കമ്പ പോലെ എടുത്തിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നി ഈ പട്ടിയെ പേടിയായതുകൊണ്ട് കുരങ്ങ് ഇറങ്ങാതെ പോകാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്നാൽ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് എന്താ സംഭവിക്കുന്നത് അറിയാനായിട്ട് ഞാൻ പതിയെ സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ട് കുറേ ദൂരം മാറിയിട്ട് അവിടെ നിലയുറപ്പിച്ചു. അപ്പോൾ എനിക്ക് കാണാം, ഈ പട്ടിയെ കാണാം, അതുപോലെ തന്നെ കുരങ്ങ് മരത്തിന് മണ്ടയിൽ ഇരിക്കുന്നത് കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുരങ്ങിന് താവട്ടിറങ്ങണേ പട്ടി പോകണം. പട്ടി പോകുന്ന ലക്ഷണമില്ല, പട്ടി അവിടെ കിടക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധോദയം ഉണ്ടായി. പ്രാർത്ഥന നടന്നതിൻ്റെ പിറ്റേ ദിവസം കർത്താവ് പട്ടികളുടെ രൂപത്തിൽ എൻ്റെ തോട്ടത്തിന് കാവലേർപ്പെടുത്തിയേക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ കുരങ്ങ് അന്ന് തിരിച്ചുപോയി. തിരിച്ചു പോയതിന് ശേഷം ഇന്നേ വരെ ആ തോട്ടത്തിൽ കുരങ്ങ് വന്നിട്ടില്ല. ആദ്യമേ മൂത്തയാൾ ക്രിസ്ലൈനെ വിളിച്ചു, അവൾ ഒന്ന് ഷെയർ ചെയ്തു. അവൾ ഇംഗ്ലീഷ് ഷെയർ ചെയ്യുന്നു. അവിടുത്തെ ഭാഷ അങ്കാമി ലാംഗ്വേജാണ്. അങ്കാമി ലാംഗ്വേജിലേക്ക് അവിടുത്തെ ലോക്കൽ ആൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ആൾ ക്രിസ്റ്റഫ് അവൻ്റെ അനുഭവം, അവൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ അനുഭവം അവൻ ഷെയർ ചെയ്തു. അതും ഇങ്ങനെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ ആൾ സ്റ്റെഫാനും ഇതുപോലെ തന്നെ വന്ന് ഈ കുരങ്ങിൻ്റെ കഥ അവൻ പറഞ്ഞു, അതും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം അവിടുത്തെ വികാരിയച്ഛൻ അനൗൺസ് ചെയ്യാണ്, നൗ ഫിലാനോ വാണ്ട് ടു ഷെയർ യു സംതിങ് എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടിത്തെരിച്ചു പോയി. കാരണം ഫിലാനെ ഞാൻ ഷെയർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടില്ല. 4 വയസ്സേ ഉള്ളൂ. അവന് LKG UKG പഠിച്ചിട്ടില്ല. കാരണം അന്ന് കോവിഡായിരുന്നു, ലോക്ക്ഡൗൺ ആയിരുന്നു, LKG UKG പോയിട്ടില്ല അവന്. അപ്പം അവന് ഒന്നും പറയാനൊന്നും അറിയത്തില്ല, കൃത്യമായി സ്ഫുടമായിട്ട് സംസാരിക്കാൻ പോലും അറിയത്തില്ല. ഇത്തരത്തിലൊരാളെ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം. നമ്മളിൽ ഒരാളായി നമ്മെപ്പോലെ ജീവിക്കുന്നവർ, എന്നാൽ നമ്മിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തെ തേടി കണ്ടെത്തിയവർ. അങ്ങനെ ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫോൺ നമ്പർ 9447978235. വെളിച്ചമാകുന്നവർ.